നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മ ഷമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഫോൺ കൈവശപ്പെടുത്തിയ അഫാൻ സ്വന്തം ഫോണിൽ നിന്ന് അവസാന സന്ദേശം അയച്ചത് സുഹൃത്ത് ഫർസാനയ്ക്ക്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള സ്ഥലവും സമയവും പറഞ്ഞു ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സന്ദേശം അയച്ചത്. ഫോൺ പരിശോധിച്ച സൈബർ ഫോറൻസിക് സംഘം ആദ്യ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. തെറ്റായി പാസ്വേഡ് ഉപയോഗിച്ചാൽ മുഴുവൻ ഡേറ്റയായി നഷ്ടപ്പെടുന്ന സാങ്കേതിക വിദ്യയുള്ള മൊബൈൽ ആണെന്നതിനാൽ പലതവണ അഫാനോട് പാസ്വേഡ് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫോൺ പരിശോധിച്ചത്. എന്തായാലും ഫോൺ പരിശോധന നിർണായകമായി മാറിയിരിക്കുകയാണ്. അതേസമയം അഫാൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇവിടുത്തെ 2ാം നിലയിൽ കാർഡിയോളജി വിഭാഗത്തിൽ എക്കോ റൂമിനെതിരെയുള്ള 32ാം നമ്പർ മുറിയിലാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ. 24 മണിക്കൂറും 2 പോലീസുകാരുടെ സുരക്ഷയിലാണ് അഫാൻ ഇവിടെ ആയിരിക്കുന്നത്. മുറിക്ക് പുറത്ത് വാതിൽ പഴുതിലൂടെ അഫാനെ കാണാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അഫാനെ കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയം. ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയ അഫാൻ എലിവിഷൻ കഴിച്ചുവെന്ന് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഇയാളെ ആശുപത്രിയിലാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോഴും അയാൾ അവിടെ തന്നെ തുടരുകയാണ്. ഒരു കൈയിൽ വിലങ്ങിട്ടിട്ടുണ്ട്, കാലുകളിൽ തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാലുകളിലെ കെട്ടഴിച്ചിരുന്നു. ഒരു കൈ കട്ടിലിൽ വിലങ്ങ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് അഴിച്ചു മാറ്റുന്നത്. ചിലപ്പോൾ അഫാന്റെ മാനസികാവസ്ഥ ഇങ്ങനെയാണ്. ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത പോലെയായിരിക്കും പെരുമാറ്റം, ചിലപ്പോൾ നിശബ്ദനായിട്ടിരിക്കും. കൊല നടത്തിയതിനെക്കുറിച്ച് പോലീസുകാരോട് പറയും. ഭക്ഷണം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അഫാൻ. കൊല നടത്തിയ കാര്യങ്ങൾ ഭാവഭേദമില്ലാതെ തന്നെ പോലീസിനോട് വിവരിച്ചുവെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇന്നലെ അഫാനെ സ്കാനിങ്ങിന് വിധേയനാക്കിയിരുന്നു. രക്തപരിശോധനയടക്കം നടത്തി. അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ല, ആരോഗ്യവാനാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. അവരാണ് ഈ വിലയിരുത്തൽ, അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് ഒരു വിലയിരുത്തൽ നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും അഫാന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. 2 ദിവസം കൂടി ഇയാൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും. എലിവിഷൻ കഴിച്ചിട്ടുണ്ടെങ്കിലും കരളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണ് എന്ന് മെഡിക്കൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നടത്തുന്ന രക്തപരിശോധന അതിൽ കരളിന്റെ പ്രവർത്തനത്തിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഡിസ്ചാർജ് ചെയ്യുക എന്ന നീക്കത്തിലേക്ക് ആശുപത്രി അധികൃതർ കടക്കും. മാനസികാരോഗ്യ വിദഗ്ധനും അഫാനെ പരിശോധിക്കും. അന്വേഷണത്തിൽ തുടക്കത്തിൽ ചികിത്സയോട് ഇയാൾ വലിയ രീതിയിലുള്ള ഒരു നിസ്സഹകരണമാണ് പ്രകടിപ്പിച്ചത്. ഇപ്പോൾ ചികിത്സയോട് സഹകരിക്കുന്നുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. വൈകിട്ട് 5:30 നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് അഫാനെ റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ല എന്ന് അഫാൻ മറുപടി നൽകി. അഫാന് 5 ദിവസത്തെ നിരീക്ഷണ കാലാവധിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ 3 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇയാളെ സെല്ലിലേക്ക് മാറ്റും. ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.